ഹലോ, എവിടെയുണ്ട്? പെട്ടെന്ന് വാ. ഇവിടെ രാജനും ബലറാമും രാജേഷും ഒക്കെ എത്തി. അനീഷ് ഇപ്പൊ നോട്ടീസ് പേരുണ്ടോ? ക്ഷണിച്ചവരുടെ പേരൊക്കെ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചുണ്ടോന്ന് ചോദിച്ചാൽ സുന്ദരിക്ക് പൊട്ടോടല്ല കൊടമടി മത്സരം എല്ലാം ഉണ്ട്. ആദ്യമായിട്ടൊരു കാര്യം മത്സരം വിട്ടുപോയല്ലോ. നമ്മൾ അന്ന് പറഞ്ഞ മത്സരം അന്ന് ചർച്ച ചെയ്യുമ്പോൾ അനീഷ് താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ഒരു മത്സരത്തിന്റെ കാര്യം ഞാനിപ്പോ സെക്രട്ടറി, ഞാൻ ഈ കഷ്ടപ്പെട്ട സെക്രട്ടറി സ്ഥാനം നേടിയെടുത്ത് വെറുതെ ആയല്ലോ. അല്ല, ഇച്ചിരി വൈകി ഒരു സംഘാടക ഒരു നേതൃത്വം വഹിക്കുന്നത് വലിയ പാടാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതാണ്. ഒറ്റ കാര്യം, ഞാൻ ഇവിടെ ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് വരുമല്ലോ. നമ്മുടെ ആളെ ഞാൻ ഏറ്റു. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. സഖാവ് കൃത്യസമയത്ത് എത്തും. എത്തുമല്ലോ. രമേശ് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു, പക്ഷെ വരും. കറക്റ്റ് സമയത്ത്. നമ്മുടെ ഇവിടെ കൊടിയൊക്കെ വെച്ചിരുന്നല്ലോ. കിട്ടിയാ പോരെ. ഇത് വേസ്റ്റാ. ഒരു കളർ മാത്രം ഇത് നടക്കൂല. ഇവിടെ നടക്കൂല. ഇവിടെ ഇത്തവണയെങ്കിലും നമുക്ക് ഓണത്തിന് നമുക്ക് ഇതൊന്നും വേണ്ട. നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് നമ്മളെല്ലാരും ഒരുമിച്ച് അടിച്ചു പൊളിക്കാണ് ഈ ഓണം. അപ്പൊ നമ്മുടെ നേതാക്കന്മാരൊക്കെ നാളെ രാവിലെ എത്തുമായിരിക്കും അല്ലേ? പക്ക. അപ്പൊ നിങ്ങൾ കേട്ടോ ഒരു കാര്യം, ഞാൻ ബാക്കി നാളെ നേരത്തെ വരണം. അത് ശരി. എന്നോട് ഇന്നത്തെ പോലെ വൈകരുത്. ഇല്ലില്ല. അപ്പൊ കാണാം. എന്നാലും ഫേസ്ബുക്കിൽ കാണാം. ഫേസ്ബുക്ക് കുത്തിയിരിക്കരുത്. ഇല്ലില്ല. നാളെ നമുക്ക് ആരെങ്കിലും ഒരു കാരിക്കേച്ചർ ചെയ്യണം കേട്ടോ. അപ്പൊ രാവിലെ കാണാം. ഇവിടെ സംഭവം നമ്മൾ തന്നെ എല്ലാം അടുക്കി പറക്കി എടുക്കണം. ഇവരെല്ലാരും പോയല്ലോ. എന്തായാലും നോട്ടീസിലൊക്കെ അപ്പൊ ഞാൻ അനൗൺസ് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, കൈരളി വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്ക് തുടങ്ങും. നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരായ നേതാക്കൾ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ബാബു, എല്ലാം റെഡിയല്ലേ? ആ മത്സരം അവസാനിപ്പിച്ചോളണം. ചെണ്ടമേളം തുടങ്ങിയോ? എല്ലാ ജനനേതാക്കന്മാരും ഒരുമിച്ച് തന്നെ എത്തിയിരിക്കുകയാണ്. ഇത്തരം അസുലഭ നിമിഷങ്ങൾ നമുക്ക് അപൂർവമായി കിട്ടുന്ന ഒരു കാര്യമാണ്. കുറെ നേരം കാത്തിരിക്കായിരുന്നു. നമസ്കാരം. യുവതലമുറയെല്ലാം നല്ല കളർഫുള്ളിലാണ്. പ്രായമായില്ലേ? അനീഷ് അടക്കം അതിൽ പെടും. അനീഷ് യുവത്വത്തിന്റെ ആളാ. പ്രിയമുള്ളവരെ, നമ്മുടെ നേതാക്കന്മാർ എത്തിയിട്ടുണ്ട്. മത്സരം നടക്കട്ടെ. സാർ, എല്ലാവരും സാധാരണ നമ്മൾ താമസിച്ചാണല്ലോ എത്താറുള്ളത്. ഇത് ഇത്രയും കൃത്യമായിട്ട് എത്തുന്നു വിചാരിച്ചില്ല. സന്തോഷം. രണ്ട് സ്ഥലം കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ നോട്ടീസ്. കാരണം ഇപ്പൊ ഓണമായതുകൊണ്ട് നമ്മുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കലമടി മത്സരവും കൊടമടി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നോക്കണല്ലോ, ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അവിടെ നോക്കല്ലോ, കാരണം അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളാണ്. ഒന്നുമില്ല, നമുക്ക് ഇരിക്കാം, കുഴപ്പമില്ല. മുതിർന്ന നേതാക്കന്മാരുടെ മുന്നിൽ ഇരിക്കും. സാർ, ഞാനിന്നലെ കൊടി ഒട്ടിക്കാൻ പറഞ്ഞിരുന്നവരോട്. അപ്പൊ നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന കൊടി ഒട്ടിക്കാൻ പറഞ്ഞപ്പോ ഒരു പോർഷനിൽ ഒരു കളർ, ഒരു പോർഷനിൽ വേറെ കളറൊക്കെ വന്നു. അപ്പൊ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇപ്പൊ കൊടിയും അങ്ങനെ ഒരു വ്യത്യാസമൊന്നും വേണ്ട നമുക്ക്. ഇവിടെ കൊടി വേണ്ട. ഇവിടെ മനസ്സിലായല്ലോ, ഓണത്തിന് കൊടിയില്ല. ഓണത്തിന് ഒറ്റ കൊടിയേ ഉള്ളൂ. അത് നമ്മുടെ എല്ലാവരും അത്രേ ഓണത്തിന്റെ സന്ദേശം അതല്ലേ. അത്രേ ഉള്ളൂ. എല്ലാ ജാതി മതസ്ഥരും
ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരേ ഒരു ആഘോഷമുള്ള ഓണം. അതാണ് ഓണത്തിന്റെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും. രാഷ്ട്രീയക്കാരെന്നോ സിനിമാക്കാരെന്നോ അങ്ങനെ ഒന്നും എല്ലാവർക്കും മലയാളികളുടെ ആഘോഷം, മലയാളികളുടെ ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓണം എന്ന് പറയുമ്പോൾ ഓണക്കളികളുണ്ട്, ഓണപ്പാട്ടുകളുണ്ട്, ഓണത്തല്ലുണ്ട്. ഓണത്തല്ലിലേക്ക് കാരണം എന്നും ജീവിതത്തിൽ ഓണത്തിന് തല്ലിന്റെ കാര്യമില്ല. അതൊഴികെ ബാക്കിയല്ല. ഓണത്തല്ല് ഒഴിച്ച് ബാക്കി ഓണക്കളികൾ, ഓണപ്പാട്ട്, ഓണസദ്യ ഉണ്ടല്ലോ. ഓണസദ്യ ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ഒരുക്കിയിരിക്കുകയല്ലേ, നമ്മളല്ലേ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നാലും പെട്ടെന്ന് നമുക്ക് ഞാൻ ഒരു കാര്യം ഇവരോട് ചോദിക്കണമെന്ന് വിചാരിച്ചു. ഈ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ. അപ്പൊ ഓണത്തിന് വീടും കുടുംബമൊക്കെയായി ഓണം ആഘോഷിക്കാൻ പഴയതുപോലെ ഇപ്പൊ സമയം കിട്ടുന്നുണ്ടോ? എനിക്കത് ചോദിക്കാം. ഞാൻ ചോദിക്കാം, പഴയതുപോലെ ഓണം ആഘോഷിക്കാൻ കിട്ടുന്നുണ്ടോ, പറ്റാറുണ്ടോ? കിട്ടാറില്ല. എങ്കിലും ഓണത്തിന് വീട്ടിലെത്തണം എന്നുള്ളതൊരു നിർബന്ധമുണ്ട്. എല്ലാ ഒരു ഓണവും മിസ്സാവാറില്ല. ഇല്ല, വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഓണം മിസ്സായിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അങ്ങനെ മിസ്സാക്കാറില്ല. സഖാവ് അങ്ങനെ തന്നെയാണോ? കഴിയുന്നതും വീട്ടിലെത്താൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും സാധിക്കാറില്ല. സാധിക്കുമെങ്കിൽ വീട്ടിലെത്തിയിട്ട് തന്നെയാണ് ഓണം ആഘോഷിക്കാറുള്ളത്. ഞാൻ പിന്നെ തിരുവോണത്തിന് എന്താണെങ്കിലും വീട്ടിൽ തന്നെയാണ്, വീട്ടുകാരോടൊപ്പം തന്നെ. അത് അച്ഛനുള്ള സമയത്ത് നിർബന്ധമായിരുന്നു. തിരുവോണത്തിന് എല്ലാവരും എല്ലാ മക്കളും വേറെ കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് വരണം. പിന്നെ കുട്ടിക്കാലം തൊട്ടേ ശീലമാണ് ഓണത്തിന് വീട്ടുകാരോടൊപ്പം. അത് ഇതുവരെയായിട്ട് മാറ്റം വന്നിട്ടില്ല. അങ്ങനെ തന്നെ വരട്ടെ, ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാനും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കുട്ടിക്കാലം മുതലേ ഓണത്തിന് കുടുംബത്തിലാണ്. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം ആണ്. നമുക്കും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ പിന്നെ ഓണം വീട്ടിൽ തന്നെയാണ്. ഓണം മിസ് ചെയ്യാറില്ല. പരമാവധി ശ്രമം നടത്തും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാറിപ്പോയ അപൂർവ അവസരങ്ങളുണ്ട്. പരമാവധി ഇപ്പൊ തന്നെ വീട്ടിൽ തന്നെ. ഇഷ്ട ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാറിന്? ഊണും മീൻകറിയാണെന്ന് തോന്നുന്നു. കിട്ടിയാൽ ഇഷ്ടം. എനിക്ക് തോന്നുന്നു തെക്കോട്ടൊക്കെ, നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഓണത്തിന് വെജിറ്റേറിയൻ മലബാറിൽ അങ്ങനെയല്ല. ഓണത്തിന് മലബാറിലും പച്ചക്കറി തന്നെയാണ്, വെജിറ്റേറിയൻ ഭക്ഷണമാണ്. അതിലൊരു വ്യത്യാസമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവോണം കഴിഞ്ഞതിൻ്റെ അടുത്ത ഓണം അതിന് സാധാരണ നമ്മൾ പറയുന്നത് ഈ സർക്കാർ കണക്കിൽ അത് മൂന്നാം ഓണമാണ്. പക്ഷേ തൃശ്ശൂർ വടക്കോട്ട് തിരുവോണം കഴിഞ്ഞിട്ടുള്ള ഓണമാണ് രണ്ടോണം എന്നാണ് പറയുക. അപ്പോൾ ഈ രണ്ടോണത്തിൻ്റെ അന്ന് മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് മലബാറിൽ ഇപ്പോൾ എല്ലായിടത്തും തൃശ്ശൂർ മുതൽ വടക്കോട്ടുണ്ട്. കണ്ണൂരൊക്കെ മത്സ്യം ഉപയോഗിക്കുന്നുണ്ടല്ലോ. തിരുവോണത്തിൻ്റെ അടുത്ത ദിവസം രണ്ടോണത്തിന് സാധാരണ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഓണത്തിനും അല്പസ്വല്പം കുറേ ആളുകളൊക്കെ ഈ നോൺ വെജിറ്റേറിയനിലേക്ക് പ്രവേശിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഒരു ചെറിയ ഒരു മാറ്റമായിട്ട് തോന്നുന്നു. അതായത് എന്തായാലും എൻ്റെയൊക്കെ വീട്ടിൽ ഈ കുട്ടിക്കാലത്ത് ഒരു കോഴിയിറച്ചിയും ഒരു മീനൊക്കെ കിട്ടുന്നത് ഈ ഓണത്തിന്. കുട്ടികളായ ഞങ്ങൾ ആ ഓണം പേറ്റ് ആലോചിക്കുന്നത് കിട്ടാൻ വേണ്ടിയാ. ഈ സാമ്പാർ പോലും വ്യത്യാസങ്ങളുണ്ടാവും പല പ്രദേശത്ത് വെക്കുന്നത് ഓണത്തിനൊക്കെ ആയിരുന്നല്ലേ പണ്ട്. അതെ അതെ, പണ്ട് സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ സദ്യക്ക് വെക്കുന്നതാണ്. സദ്യക്ക ഇപ്പൊ അതിന്റെ ഭാഗമല്ലോ, ഇപ്പൊ ഭക്ഷണത്തിന്റെ ഭാഗം. ആ തിരുവോണത്തിന് എല്ലായിടത്തും പണ്ടൊക്കെ സദ്യക്ക് സാമ്പാറല്ല മെയിൻ ഒഴിക്കുന്ന കൂട്ടാൻ, കാളനായിരുന്നു തോന്നുന്നു. പിന്നീട് കടന്നു വന്നു. തിരുവോണത്തിന്റെ ഈ ഭാഗങ്ങളിൽ ഇല തന്നെ തലേദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കണം. തിരുവോണത്തിന്റെ ഇല പോലും തലേദിവസം കട്ട് ചെയ്ത് വെക്കാണ് പൊതുവായി ചെയ്യുന്നത്. പ്രത്യേകതയുണ്ട്, തമിഴ്നാട്ടിൽ നിന്നാണ് ഇല വരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ സാർ കുറെ ദിവസം ഇരിക്കുകയും ചെയ്യും. ഇലകളും ആപ്പിളും ഓറഞ്ചൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് ഇല പുറപ്പെട്ടു. അതെ, പ്ലാസ്റ്റിക് ഇലയാണ് ഇപ്പോ വെട്ടുന്ന ഇലയല്ല, വാഴയിലയല്ല, പ്ലാസ്റ്റിക് ഇല. മീനില്ലാത്ത ഒരു ആഘോഷവും ഇല്ല. എന്തിനും മീനുണ്ട്. വിഷുവിനായാലും ഓണത്തിനും ഒക്കെ മീനുണ്ടോ. അതിന് ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെയൊക്കെ. തെക്കൻ കേരളത്തിലാണ് ഓണം അതിൻ്റെ പരിപൂർണ ഇതിൽ ആഘോഷിക്കുന്നത്. അങ്ങോട്ട് കുറച്ചുകൂടെ വിഷുവിനാണ് വിഷുവിന് വടക്കോട്ടും ഓണത്തിൻ്റെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആഘോഷം, അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള ആഘോഷം തെക്കൻ കേരളത്തിലാണ്. അതായത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് ഓണത്തിന് വലിയ പ്രാധാന്യമുള്ളത്. അപ്പം ഞാനൊക്കെ തൃശ്ശൂരാണ് ജനിച്ചത്. അപ്പോൾ അന്നൊക്കെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ ഓണത്തിന് ഈ പുലിക്കളി സമാപന ദിവസം തൃശ്ശൂർ പൂരപ്പറമ്പിൽ അരങ്ങേറുന്നത്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് പൂരപ്പറമ്പിലുണ്ടായിരുന്നു. പക്ഷേ തിരുവോണത്തിനും അതിൻ്റെ അടുത്ത ദിവസവും ഈ വേഷം കെട്ടി വീട്ടിൽ വരും.
അപ്പോൾ അന്ന് വലിയ ഒരു രസകരമായിട്ടുള്ള ഓർമ്മ എനിക്ക് ഓണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ രാത്രി മുതൽ ഈ പുലിക്കോട്ട് തുടങ്ങും. ഈ പുലിക്കോട്ട് പ്രത്യേകിച്ച് ഒരു സിസ്റ്റത്തിൽ കൊട്ടുന്നതാണ്. സാധാരണ ചെണ്ടവാദ്യം പോലെയല്ല, പുലിക്കളിക്ക് കൊട്ട് സെപ്പറേറ്റ് ഉണ്ട്. അത് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി കേൾക്കുമ്പോൾ ഓണം വന്നെത്തിയൊരു പ്രതീതിയാണ്. അപ്പോൾ തിരുവോണത്തിനും അതിൻ്റെ അടുത്ത ദിവസം പിന്നെ ഈ സമാപന ദിവസം ഉച്ച വരെ വീടുകളിൽ വരും ഈ പുലിക്കളി ടീം എന്ന് പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷമാണ് പൂരപ്പറമ്പിൽ പോയിട്ട് മത്സരം നടത്തും. ഇപ്പോൾ പക്ഷേ മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. മത്സരങ്ങളിൽ അതിന് ഒരുപാട് ലക്ഷക്കണക്കിന് ഉറുപ്പിയൊന്നും ചിലവാണ്. അന്ന് ഇതൊന്നുമില്ല, ഇതുപോലെ അത്ര സാമ്പത്തിക ചിലവൊന്നുമില്ല. ഉരുളേട്ടാ, ഇപ്പോൾ ഈ പുലിക്കളിയുടെ കൂട്ടത്തിൽ ഫ്ലോട്ടുകൾ കൂടി മത്സരം ആരംഭിച്ചോടുകൂടി അതുണ്ട്. തൃശ്ശൂർക്കാർ എത്ര നമ്മുടെ നഗരത്തിലൊക്കെ എത്രമാത്രമാണ് പക്ഷെ അന്നെന്താ പറയുക, അന്ന് പക്ഷേ വീടുകളിൽ വരുമ്പോൾ ഒരു ആവേശം കൂടുതലുണ്ടായി. പുലിക്കൊട്ടും ആ വേഷമൊക്കെ കെട്ടി വരുമ്പോൾ അന്ന് വീടുകളിലേക്ക് വരുന്ന ടീമിൽ 6 മുതൽ 8 വരെ പുലികൾ വേഷം കെട്ടി. ഞങ്ങളത് കേട്ടിട്ടേ ഉള്ളൂ. പണ്ട് കുമ്മാട്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ട് പുലിക്കളി കുമ്മാട്ടി, പുലിക്കളി കുമ്മാട്ടി. അല്ലാതെ ഈ വാഴയിലേക്ക് വെച്ചിട്ട്, കരിഞ്ഞ വാഴയിലേക്ക് വെച്ചിട്ട് കരിയില ഇത് പുറത്ത് കെട്ടി മുഖം മൂടിയൊക്കെ വെച്ചിട്ട് വീടുകളിൽ വരുന്ന ഒരു പുലിക്കളി പോലെ അല്ലെങ്കിലും തെക്കോട്ടം ഉണ്ടായിരുന്നു വീടുകളിൽ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി എത്തിയിട്ടുണ്ട്. നല്ല കാര്യം. ചെണ്ടമേളം 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 ബാബു ഏതായാലും വായനശാലയിൽ കൈരളി വായനശാലയിലേക്ക് ഞങ്ങളൊക്കെ സംഘാടകരാണ്. ഒരു മന്ത്രി ഇല്ലാതെ മത്സര പ്രവർത്തകരാണ്. ഞങ്ങൾ സഹസംഘത്തിന്റെ ആൾക്കാരായത് ഓണം വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചു. സാർ പെട്ടെന്ന് ഈ വള്ളം കളിയെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്ന തിരുവിതാംകൂറിലെ ഓണത്തെ കുറിച്ചാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് എല്ലാ വള്ളങ്ങളും, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വള്ളങ്ങളും ഹരിപ്പാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കരുവാറ്റ, വെള്ളംകുളങ്ങര, കാരിച്ചാൽ, പായിപ്പാടൻ, വെള്ളംകുളങ്ങര, ഈ പ്രധാനപ്പെട്ട വള്ളങ്ങളെല്ലാം എൻ്റെ മണ്ഡലത്തിലാണ്. തന്നെയുമല്ല എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വള്ളംകളി നടക്കുന്നത് ഞങ്ങളുടെ ആ മേഖലയിലാണ്. അത് കരുവാറ്റ വള്ളംകളി, പിന്നെ പായിപ്പാട് വള്ളംകളി, പിന്നെ നെഹ്റു ട്രോഫി, അത് മൂലം വള്ളംകളി, പിന്നെ ആറന്മുള വള്ളംകളി, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ വള്ളപ്പാട്ടും വള്ളംകളിയുമാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത്. തീർച്ചയായും പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് വള്ളപ്പാട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. വള്ളസദ്യ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വള്ളസദ്യയുടെ പ്രത്യേകത, ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്ന എല്ലാ വിഭവങ്ങളും അതിൽ ഇരിക്കുന്ന ആളുകൾ ഏത് വിഭവം ചോദിച്ചാലും കൊടുക്കണമെന്നാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. വള്ളസദ്യ ഇപ്പോൾ വളരെ കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അത് ഭഗവാന് നൽകുന്ന, തിരുവാറന്മുളയപ്പന് നൽകുന്ന ഒരു നിവേദ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ വള്ളങ്ങളുടെ ഏറ്റവും ചുണ്ടൻ വള്ളങ്ങളാണിത് വരുന്നത്. എല്ലാ കരക്കാർക്കും ഓരോ വള്ളങ്ങളുണ്ടാവും. ഏറ്റവും ദൂരെ നിന്ന് വരുന്നത് ചെന്നിത്തല ചുണ്ടനാണ്. ഏറ്റവും ദൂരെ നിന്ന് വരുന്നത് തുഴഞ്ഞു വരുന്നത് സംഘാടക സമിതിയിൽ ഒരു അംഗമായിട്ടുണ്ടായിരുന്നുണ്ടോ? അല്ല, ചെന്നിത്തല പള്ളിയോടമാണ്. ഓരോ കരക്കാരുടെയും പള്ളിയോടങ്ങളാണ്. അപ്പം അതിലെല്ലാം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൽ അംഗങ്ങളാണ്. തുഴഞ്ഞിട്ടുണ്ടോ? ടീമിലുണ്ടായിരുന്നു? ടീമില്ല, ഇവിടെ കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വായനശാലയുടെ ഓർമ്മകളാണോ അതോ സ്കൂളിന്റെ ഓർമ്മകളാണോ, എന്തായിരിക്കും മനസ്സിലേക്ക് സഖാവിന് കിടന്നത്? വായനശാലയിൽ തന്നെ പണ്ട് ബെഞ്ചുകളായിരുന്നു. പിന്നീടാണ് മാറ്റങ്ങൾ വായനശാലയിൽ വന്നത്. വായനശാലയിൽ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അല്ല, ഞങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വായനശാലയാണിത്. ഞങ്ങളെ 5 പേരുടെ സജീവ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൈരളി. എൻ്റെ നാട്ടിലെ വായനശാലയുടെ പേര് ദേശീയ വായനശാല. സ്ഥിരമായി ഞാൻ കുട്ടിക്കാലത്ത് പോയിട്ടിരിക്കുന്നൊരു വായനശാലയാണ്. ആ വായനശാലേൻ്റെ ഏകദേശം ബെഞ്ച് അപ്പൊ നമ്മൾ സക്സസ് ആയി. ദേശീയ വായനശാല, അങ്ങനെ കൈരളി വായനശാല. വായനശാല ഞാനൊരു വായനശാല പ്രവർത്തകനായിരുന്നു. എൻ്റെ വീട്ടിനടുത്ത് കലാപോഷണി വായനശാല, PN പണിക്കർ സാർ ആദ്യം അന്ന് ഉണ്ടാക്കിയ വായനശാലകളിലൊന്നാണ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ അവിടെ പോകാറുണ്ട്. പണിക്കർ സാർ വന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഞങ്ങളുണ്ടാക്കി. ഞാൻ എല്ലാ വർഷവും അതിനകത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഓണാഘോഷ പരിപാടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നാടകം നടത്തുക, അങ്ങനെയൊക്കെയുള്ള. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? പെൺമേഷമൊക്കെ അതിന് ഫോട്ടോ ഒന്നും ഇല്ലാത്ത കാലം. ആരും ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ സെൽഫി എടുക്കാനോ ഒന്നും ഉള്ള കാലമില്ലല്ലോ. പാട്ട് പാടാൻ അഭിനയം മാത്രമേ ഉള്ളൂ. പാട്ട് പാടുന്ന
ഇഷ്ടപ്പെട്ട കവിത ആരോ പാടുന്നു പറഞ്ഞു. വള്ളപ്പാട്ട് രമേശ് ഒരുപാട് വരും. വള്ളപ്പാട്ട് അല്ലെങ്കിൽ നമ്മൾ താളം പിടിക്കാം. എനിക്ക് പാടില്ല, അത് നമ്മൾ CK സദാശിവനെ വിളിക്കേണ്ടി വരും. അല്ല നമുക്ക് അറിയാവുന്ന പോലെ പഴയ ഓർമ്മകളിലേക്ക് CK സദാശിവനാണ് നമ്മുടെ നാട്ടിലെ വള്ളംകളിയുടെ പാട്ടുകാരൻ. നല്ലൊരു പാട്ട് ഓർമ്മയുണ്ടെങ്കിൽ രണ്ട് വരി ഒന്ന് ചൊല്ലിയാലും നമ്മളെങ്കിൽ വള്ളം തുഴഞ്ഞ് ആ ഒരു മൂഡിലേക്ക് അല്ലേ നമ്മള്. ഓർമ്മയുണ്ടോ സാർ? പാട്ടറിയാവോ? പാട്ടറിയില്ല. അതല്ല, ഈ ഇത് അവസാനത്തേക്ക് മതിയുന്നുണ്ടോ പാട്ട്? ക്ലൈമാക്സിലേക്ക് സദ്യക്ക് തൊട്ട് മുമ്പായിട്ടുള്ള സ്റ്റേജിൽ പാടാന്ന് വെച്ചിട്ടായിരിക്കും. മൈക്കിലാണെങ്കിൽ ചില മൈക്കുണ്ടെങ്കിലേ പാട്ട് വരുള്ളൂ. പാട്ടൊഴിച്ച് എന്തും ചെയ്യാം. അപ്പൊ ഓണക്കളിയിൽ പങ്കെടുക്കാമല്ലോ സാർ. ഓണക്കളിയിലേക്ക് ഞങ്ങളൊക്കെ ഇപ്പോൾ ഓണക്കളിയിലേക്ക് ഓണം എന്ത് വേണോ ചെയ്യാം. കാരണം ഒരു വെല്ലുവിളിയോ ഒരു ഭീഷണിയൊക്കെയാണ്. സാധാരണ കളിക്കാത്തവർ ഇവിടെ വന്ന് കളിച്ചാൽ ശരിയാവണമെന്നില്ല. അത് മാത്രമല്ല, അത് പിന്നെ മറ്റ് ചാനലുകളിലും ഒക്കെ ഒരു തമാശ കുളത്തിൽ വരും. ഞങ്ങളൊക്കെ ഓണം പരിപാടി അല്ല, അങ്ങനെയല്ല. ഈ സാധാരണ ഈ ഓണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മളായി നിൽക്കുന്ന അങ്ങനെ കാണാൻ ആഗ്രഹം കാണും. നമ്മുടെ പ്രിയപ്പെട്ട ജനനേതാക്കളെ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് നന്മ നിറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ആ മൂഡിലായിരുന്നു. ഈ ഓണക്കളി എന്ന് കേട്ടത് അല്ല, ഒരുപാട് കളികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരും കൂടി കളിക്കുന്ന കാണാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യം. ആ കളി ഇവിടെ ഇല്ല. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓർമ്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ നന്മ നിറഞ്ഞ ഓണത്തിന്റെ നിമിഷങ്ങളുണ്ടല്ലോ. ആ നിമിഷങ്ങളെ പങ്കുവെക്കാൻ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഞങ്ങളെ സംഘാടക സമിതി അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനവിടെ ഇരുന്നില്ലെന്നേ ഉള്ളൂ. താമസിച്ചുകൊണ്ടെനിക്ക് മനസ്സിലായില്ല. കേരളത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാവരും ഈ വായനശാലയുടെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങളുടെ ആഗ്രഹം. മാത്രമല്ല, എല്ലാ മുതിർന്ന നേതാക്കളും ഒരേ അർത്ഥത്തിൽ പറഞ്ഞു, ഓണത്തിൽ മലയാളികളുടെ ദേശീയാഘോഷത്തിൽ വേറെ രാഷ്ട്രീയമില്ല, എല്ലാം ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയമില്ല. ഈ ഞാൻ പറഞ്ഞ ജാതിയും മതവും ഇല്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്ന ലോകത്ത് തന്നെയുള്ള ഏക ഒരു ആഘോഷമാണ്. അതാണ് കേരളത്തിന് ഉള്ളൊരു തീർച്ചയായും ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ പറഞ്ഞ മനസ്സിലാക്കി ഈ ഓണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈ നമ്മൾ മനുഷ്യരുടെ നിലയിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ മറ്റ് കാർട്ടൂണിലോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞത് എന്ന് പറയാൻ നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും ഈ പാൻസും ജീൻസും ഇട്ട് നടക്കണമെന്ന് തോന്നിയിട്ടില്ലേ? ഞങ്ങളത് ഉപയോഗിക്കാറുണ്ടല്ലോ. അസംബ്ലിക്കകത്ത് ജീൻസ് ഇട്ടുണ്ടായിരുന്നു. അല്ല, ഞാനൊക്കെ പാർലമെന്റിൽ പോകുമ്പോൾ പാന്റും ഷർട്ടുമാണ് ഇടാറ്. അപ്പൊ അന്ന് തന്നെ അതിനെ വിമർശിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കുട്ടികളൊക്കെ ജീൻസൊക്കെ ഇട്ടുകൊണ്ട് അസംബ്ലിയിൽ നമ്മുടെ ഷർട്ടും മുണ്ടോട്ട് പോയാൽ ഏറ്റവും അംഗീകാരം കിട്ടുന്നത് വിദേശ രാജ്യത്താണ്. വിദേശ രാജ്യത്ത് നിങ്ങൾ ഷർട്ടും മുണ്ടോട്ട് പോയാൽ എല്ലാവരും വളരെ ബഹുമാനിക്കും. അതാണ് എനിക്കുള്ള അനുഭവം. ഞാൻ ആദ്യമായിട്ട് ക്യൂബയിലാണ് ഒരു വിദേശയാത്ര നടത്തിയത്. അന്ന് ഞങ്ങൾ ഷർട്ടും മുണ്ടോട്ടിട്ട് നടപ്പോൾ ഞങ്ങളായിരുന്നു ഏറ്റവും വലിയ ആകർഷക കേന്ദ്രം. എല്ലാവരും ഞങ്ങളെ പണിയെടുക്കാൻ തുടങ്ങി. പക്ഷെ ചൈനയിൽ ഞങ്ങൾ പാൻറ് ഇടിപ്പിച്ചു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ചൈനയിൽ പോയപ്പോൾ പാൻറ് ഇടിപ്പിച്ചു. അതാണ് എന്നെ കൊണ്ട് പാൻറ് ഇടിപ്പിച്ചത്. ഞാനിപ്പോൾ അവസാനം ഒരു മാസം മുമ്പ് ചൈനയിൽ പോയിരുന്നു. 2 ദിവസം ഗ്രേറ്റ് വാളൊക്കെ പോകുമ്പോൾ മുണ്ടെടുത്തു. ഭയങ്കരമായ ആളുകൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിലങ്ങ് കൂടുകയാണ്. ഭയങ്കരമായ അവർക്കൊരു പ്രത്യേകത. എങ്ങനെയാണ് ഇത് ഉടുത്ത് അഴിഞ്ഞു പോകാതെ ഉടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അവർ വന്നിട്ട് ഞങ്ങൾ വേൾഡ് യൂത്ത് ഫെസ്റ്റിവൽ പോയപ്പോൾ വെനിസ്വേലയിൽ പോയപ്പോൾ അവർ വന്നിട്ട് മുണ്ട് വലിച്ചു, മുണ്ട് പിടിച്ചിട്ട് അവർക്ക് അത്ഭുതമായിരുന്നു. ഞങ്ങളൊന്നിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ രാജൻ ഈ മുണ്ടെടുത്തയാൾ അനീഷേ, ഈ പ്രേമം എന്ന സിനിമ വന്നതിന് ശേഷം കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഈ മുണ്ടിനോടൊരു വലിയ താല്പര്യം അതിനുണ്ട്. മുണ്ടെടുത്തുകൊണ്ട് മുണ്ടെടുത്തുകൊണ്ട് കോളേജിൽ പോയി സസ്പെൻഷൻ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പത്രത്തിൽ വാർത്തകളുണ്ട്. പ്രേമത്തിന്റെ ഒരു എഫക്റ്റാണ്. അങ്ങനെയല്ല, പ്രേമം കുറച്ച് അനുകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിപാടി പോയപ്പോ പെൺകുട്ടികളെല്ലാം മുടി ഇങ്ങനെ എല്ലാരും ഒരുപോലെ ഇട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോ കണ്ടില്ല. ചോദിച്ചപ്പോ പറഞ്ഞു പ്രേമത്തിൽ ഇതുപോലെ മലരാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇടയ്ക്കൊന്ന് അനൗൺസ് ചെയ്തു വരാം. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾ
ബാഡ്ജ് ഇപ്പൊ കിട്ടിയതേ സാർ. ഈ ബാഡ്ജ് ഒന്ന് സൂചിയില്ലേ നിങ്ങൾ ഇരുന്നല്ലേ? ഞാൻ കൊടുത്തേക്കാം. ചായ കൊടുത്തു. ഒരു പാട്ട് പാടാൻ പിന്നെ പാട്ട് നന്നാവുന്നായിരിക്കും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവിളിയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. ഇത്രയും നല്ല പാട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. പൊന്നോണമായി പോ. നല്ല പാട്ടുകാരനാ. അന്താക്ഷരി കളിക്കണേ. പോ പോ എന്റെ അടുത്ത് പോക്കളെ. സത്യത്തിൽ ഏറ്റവും നല്ല ഓണം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാനം വാഴൂർ എന്നൊക്കെയുള്ള സ്ഥലം. അതെ, ഞാനവിടെ MP ആയിരുന്നതുകൊണ്ട് എനിക്കറിയാം. കാനം, ഈ വാഴൂര്, പൊൻകുന്നം ഏറ്റവും കൂടുതൽ ഓണം നടക്കുന്നത്. അവിടെ വലിയൊരു ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തിരിച്ചു വരും. അപ്പോൾ ഈ കുട്ടിക്കാലം മുതൽ ബന്ധുക്കളും കൊച്ചുകുട്ടികളൊക്കെ കൂട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വന്ന ഓണത്തിൻ്റെ സമയത്ത് ഇവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സമയമാണ്. അപ്പോൾ അതൊരു നല്ല ഒരു അനുഭവമാണ്. അതിപ്പോഴും ഏതാണ്ട് അതേപോലെ തന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ തുടർന്ന് വരുന്നുണ്ട്. അത് അതിനകത്ത് ജാതിയും മതത്തിൻ്റെ ഒന്നുമില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സഹകരിച്ച് അങ്ങനൊരു നല്ല ഒരു അനുഭവമാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഒരുപാട് ഓണം ഈ കണ്ടവരാണ്. കേരളത്തിൽ ഓണം ഇല്ലാത്തൊരു സ്ഥലം ഏതാണെന്നറിയോ? ഓണം കയറാമൂല അല്ല, ഓണം കേട്ടോ, നിങ്ങൾ കേട്ടോന്ന് അറിയില്ല. ഓണം കയറാമൂല ചോദിച്ചു കേരളത്തിൽ ഓണമില്ലാത്ത സ്ഥലം ഓണം കയറാമൂല. അല്ല, ഓണം ഉണ്ടെങ്കിലും അവർ ഓണത്തെക്കാൾ കൂടുതൽ അവർ ഉത്രിട്ടാതിയാണ് ആഘോഷിക്കുന്നത്. ആറന്മുളക്കാർക്ക് ഓണത്തെക്കാൾ ഉത്രിട്ടാതിയാണ്. അത് വേറെ ഒരിടത്തും ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്തും എനിക്ക് കാണാൻ കഴിയാത്ത. ഓണം ഉണ്ടാവും അവർക്ക്, പക്ഷെ ഉത്രിട്ടാതിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമാണ്. പക്ഷേ അവിടെ തന്നെ ആറന്മുളയിലാണ് ഒരു കുടുംബം ഇങ്ങനെ ഓണം ആഘോഷിക്കാത്ത. തിരുവോണത്തിൻ്റെ അന്ന് അവരെല്ലാവരും പട്ടിണി കിടക്കും. അതായത് മുമ്പ് അവിടെ തിരുവോണ ദിവസം ഒരാൾ ഭക്ഷണം ചോദിച്ചു വന്നു, കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ അവിടെ നിന്ന് മരിച്ചു, അവിടെ വീണ് മരിച്ചു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ആ കുടുംബം എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ അന്ന് പട്ടിണിയാണ്. അപ്പോൾ തിരുവോണത്തിന് പട്ടിണി എനിക്ക് അത് ഈ പത്തനംതിട്ട ഏരിയയിലാണ്. ഇവിടെ അതുകൊണ്ടല്ല കേട്ടോ, ഇവിടെ അതുകൊണ്ടല്ല, ഇത് അവർക്ക് ഉത്രിട്ടാതിയാണ് വള്ളംകളിയുടെ ദിവസമാണ് മറ്റു ബന്ധുക്കളെല്ലാം ഇവിടെ വരുന്നത്. നമ്മുടെ ഓണത്തിനാണെങ്കിൽ അവരുടെ ഉത്രാട്ടാതിക്ക് എല്ലാവരും വരുന്നത്. ഓണത്തോണി വരും കോട്ടയത്തു നിന്ന്, കുമാരനെല്ലൂരിൽ ഓണത്തോണി വരും. ഉത്രട്ടാതി വള്ളംകളിയിൽ ഞാനൊക്കെ പോയിട്ടുണ്ട്. ടൂറിസം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് പോകുന്നൊരു പരിപാടിയാണ്. പ്രധാനപ്പെട്ട ചരിത്രം നമ്മുടെ ഒരു ഭക്ഷ്യ സംസ്കൃതിയുടെ ചരിത്രമാണല്ലോ. ഒരു പന്ന കർക്കിടകത്ത് നിന്ന് ചിങ്ങത്തേക്ക് പോകുന്ന എല്ലാവർക്കും ഭക്ഷ്യം. ഇപ്പോൾ നേരത്തെ രാജേഷും കുടിയേരി സാഹൊക്കെ സൂചിപ്പിച്ചതുപോലെ അന്നൊരു നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു വളരെ വിഭവസമൃദ്ധമായ ഒരു സാധനമാണ്. പക്ഷെ ഇന്ന് ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെയൊക്കെ ഒരു കുഴപ്പം, ഞങ്ങളുടെ ഒരു പുതിയ തലമുറയുടെ കാലത്ത് ഈ വീടുകളിൽ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്ന ഒരു പഴയ ഭക്ഷ്യ സംസ്കൃതിയുടെ ഓർമ്മയിൽ നിന്ന് ഒക്കെ ഹോട്ടൽ ഭക്ഷണം, ഒക്കെ പാഴ്സൽ പറയുന്നത്. അല്ല, അതൊരു കാര്യമുണ്ടല്ലോ, ഓണത്തിൻ്റെ ആഘോഷം അങ്ങനെയായിരുന്നു. ഓണം ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് സർക്കാർ ഓണായിട്ട് ഏറ്റവും മാവേലിയുടെ കര ഏതാണെന്നറിയോ? ഏതാ? മാവേലിക്കര. നമ്മുടെയൊക്കെ രണ്ട് നാടാണ് മാവേലിക്കര. ഓണാട്ടുകര. ഓണം മുട്ടുന്ന കര. രാജേഷേ, അല്ല പറഞ്ഞേ എല്ലാ നന്മയുടെ കേന്ദ്രമായിട്ട് മാവേലിക്കര നമ്മളെ കൊണ്ട് ഓണാട്ടുകര മീൻസ് ഓണം ഊട്ടുന്ന കര. ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ കൃഷിയില്ല, അത് വേറൊരു കാര്യം. പണ്ട് ഏതാനും താരതമ്യേന കൂടുതൽ കൃഷിയുണ്ട് ഓണാട്ടുകര പ്രദേശത്ത്. ഓണാട്ടുകര തന്നെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളാണ്. അപ്പൊ മാവേലി ഞങ്ങളുടെ നാട്ടിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ രാജൻ പറഞ്ഞില്ലേ, ഇവരുടെ മുതിർന്ന നേതാക്കന്മാരുടെ തലമുറ, ഞങ്ങളുടെ തലമുറ, ഇപ്പൊ നമ്മുടെ സംസ്കാരം മാറുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു 5-10 വർഷം കഴിഞ്ഞാൽ ഇതുപോലെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള ഒരു ജനറേഷൻ നമുക്ക് കിട്ടാനായിട്ട്, ഗ്രാമപ്രദേശങ്ങളിൽ ചെയ്ത പുലികളിയും ഓണക്കളിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ജനറേഷൻ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഈ സത്യം പറഞ്ഞാൽ ഇപ്പം
ഓണത്തിന് നമ്മൾ ശ്രീ കോടിയേരി പറഞ്ഞ പോലെ ഗൾഫ് നാടുകളിൽ പോയാൽ, അമേരിക്കയിൽ പോയാൽ ഇപ്പൊ നമ്മളെക്കാൾ നന്നായി ഓണം ഡിസംബർ വരെ ഓണമാണ്. ഡിസംബർ പ്രവാസിയാണ് ഓണം ആഘോഷം. ഏറ്റവും നല്ല നിലയിൽ ഇല്ലേ? ശരിയല്ലേ? പ്രവാസിയാണ് ഓണം ആഘോഷം. അമേരിക്കയിലൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഓണം ഒരു ആഘോഷം മാസം കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ട്. അപ്പൊ ഗൾഫ്, പ്രത്യേകിച്ച് ഗൾഫ്, അമേരിക്ക, യൂറോപ്പ്. ഞാൻ ഒരിക്കൽ യൂറോപ്പിൽ അന്ന് MP ആയിരിക്കുന്ന കാലത്ത് യൂറോപ്പിൽ ഒരു ഓണാഘോഷത്തിന് ഞാൻ പോയിരുന്നു, ജർമ്മനിയിൽ. നമ്മളെക്കാൾ നല്ല നിലയിലാണ് കുട്ടികളെ മുണ്ടൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ജില്ലയിലെ അവർക്ക് അവിടെ ഒരു അവധി ദിവസം മാത്രമേ ഇത് ആഘോഷിക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോ ഓരോ ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞു. ഞങ്ങളവിടെ എല്ലാ വായനശാലകളും കലാസമിതികളും ക്ലബ്ബുകളും ഒരു ദിവസത്തെ ഓണാഘോഷം, ഒന്നുകിൽ ഓണത്തിൻ്റെ തലേ ദിവസം ഇല്ലെങ്കിൽ ഓണായ ദിവസം. പക്ഷേ രാവിലെ മുതൽ എല്ലാവർക്കുള്ള മത്സരങ്ങൾ, പിന്നെ ഓണത്തല്ലി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കുമുള്ള ആഘോഷങ്ങൾ, കമ്പവലി, ആയിരക്കണക്കിന് ആളുകൾ വരും ഓരോ ഗ്രാമത്തിലും. ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തരം വായനശാലകൾ തന്നെ കുറവല്ല. ഞങ്ങളവിടെ സജീവ വായനശാലകളുണ്ട്. ഞാൻ മെയിൻ പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് വായനശാല സജീവമാണ്, പക്ഷെ ആരും വായിക്കുന്നില്ല. അതെ, ഓണം പോലും TV-യിലൂടെയാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. പണ്ടത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ കാലത്തായിരുന്നു ഓണം, ഇപ്പൊ ഒക്കെ എന്തോ ഓണം എന്നൊക്കെ ഉള്ള സ്ഥിരം പറച്ചിലുണ്ട്. എഴുത്തിലും എല്ലാ ഓണ പരിപാടികളിലൊക്കെ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞല്ലേ, ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലത്തുള്ള അന്ന് ഞങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ചെറുപ്പക്കാരാകുമ്പോൾ അന്നത്തെ കാരണവന്മാർ ഇത് പറഞ്ഞിരുന്നോ? അവർ പറയാറുണ്ട്, അതുണ്ട്, അങ്ങനെ മാറി. നമ്മുടെ താഴെയുള്ളവർക്ക് നമ്മൾക്കും പറയാം. അങ്ങനെയല്ല, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ പൂ പറിക്കാൻ പോയിരുന്നല്ലോ പറമ്പത്ത്, അതുപോലെ തന്നെ മൊട്ടക്കുന്നിൽ. അതായത് അന്ന് അത്തം കഴിഞ്ഞാൽ ഈ അത്തത്തിന്റെ തലേദിവസം മുതൽക്ക് ഈ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പൂ വരാറില്ലല്ലോ. ആരുടെ വീട്ടിലാണോ പൂന്തോട്ടുള്ളത് അവിടെ ചെന്നിട്ട് പറിക്കും. അപ്പോൾ ആദ്യം മര്യാദയ്ക്ക് ചോദിക്കും. മര്യാദയ്ക്ക് ചോദിച്ച് കിട്ടാത്തവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മോഷ്ടിക്കാൻ. വന്ന് ഒരുമാതിരിയൊക്കെ പൂന്തോട്ടം എൻ്റെ വീട്ടിലുണ്ടായി. ഞാൻ ഫാദർ പൂജാത്തേക്ക് വേണ്ടിയിട്ടൊരു പൂന്തോട്ടം തന്നെ വീട്ടിൽ തൃശ്ശൂർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും അധികം മോഷണം നടക്കുന്നത് ഈ സമയത്താണ്. ആദ്യം മര്യാദയ്ക്ക് ഒന്ന് ചോദിക്കും, അത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് രാത്രി കയറി മോഷ്ടിക്കും. അല്ല, പൂക്കൾ മാത്രമല്ല, ഓണത്തിന് നമ്മൾ അത്തമാവുന്നതിന് മുമ്പ് തന്നെ വീടെല്ലാം നന്നാക്കി വൃത്തിയാക്കി, പിന്നെ അതുപോലെ തന്നെ ഈ അരിമാവ് കൊണ്ട് കൈയെല്ലാം ചുട്ടിയെല്ലാം കുത്തി, പിന്നെ നെല്ല് പുഴുങ്ങി എടുത്ത് ഉണക്കാനിടുക, പിന്നെ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം നേരത്തെ വറുത്ത് പൊടിച്ച്. അപ്പോൾ ഒരു മാസക്കാലത്തെയാണ്. ഇപ്പം എല്ലാം ഇൻസ്റ്റന്റ് അല്ലേ? അതെ, അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓണത്തിന് രാവിലെ എല്ലാവരും വന്ന് ചേരുന്നു, വന്നില്ല. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഇലയിലും മറ്റു കാര്യത്തിലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്ത് ഈ പ്ലാസ്റ്റിക്കിലെ ഇതിനേക്കാൾ ഭീകരമായി പറയുന്നത് അന്നത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല എല്ലാവർക്കും ഓണമുണ്ട് എന്നുള്ളതാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഈ ഓണത്തിൻ്റെ നമ്മൾ ആഹാരം എല്ലാം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഉറുമ്പിന് ഓണം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് ശർക്കര തേങ്ങയൊക്കെ ചേർത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി ഇലകളിൽ കൊണ്ട് പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കുക. അത് ഉറുമ്പിന്, നമുക്ക് മാത്രമല്ല ഉറുമ്പിന് പോലും ഓണം എന്നുള്ള ഞങ്ങളുടെ ഭാഗത്തുള്ള. പക്ഷേ ഇന്നത്തെ കാലത്തെ ഏറ്റവും ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മാവേലിനെ ഒരു കമേഴ്സ്യലാക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്വർണ്ണക്കടയുടെ മുമ്പിൽ, തുണിക്കടയുടെ മുമ്പിലൊക്കെ ഒരു പടവയർ, ഒരു കപ്പട കൺസെപ്റ്റേ മാറിപ്പോ. അത്രയും ധീരനായ ഒരു രാജാവിനെ കാണിക്കുന്നത് ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ. അതായത് സാരി വിൽക്കുന്ന സ്ഥലത്ത് ഒരു ഏജന്റിനെ പോലെയാണ് നിൽക്കുന്നത്. അതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. വലിയ കഷ്ടമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്ന കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങോട്ട് കുടയും ചൂടി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഷ്ടം. മാവേലിക്ക് ദുഃഖം. അത് ശ്രീ മാർത്താണ്ഡവർമ്മ അദ്ദേഹം ഒരു കൺസെപ്റ്റിൽ ഒരു രൂപത്തിൽ മഹാബലിനെ വരച്ചിട്ടുണ്ട്. അതായത് കുടവേറൊന്നും ഇല്ലാത്ത അന്നത്തെ കാലത്തെ ഒരു ഓണപ്പാട്ടിൽ നിന്നൊക്കെയുള്ള ഏകദേശം രൂപം വെച്ചിട്ടാണ്. അതാണ് ശരിക്കും അദ്ദേഹം രൂപം കൊടുത്തൊരു. അതേസമയം ഇന്നാണെങ്കിൽ കുടവേറ് മീശയും വെച്ചിട്ട് എല്ലാ സാരിക്കടയുടെ മുമ്പിൽ സ്വർണ്ണക്കടയുടെ മുമ്പിൽ കൊണ്ടു നിൽക്കുക. നമ്മൾ കാസറ്റുകൾ കേട്ടു തുടങ്ങുമ്പോഴത്തേക്ക് ഇതിന്റെ ശബ്ദമൊക്കെ മാറി തുടങ്ങി. അതെ, അല്ല ഇപ്പോഴത്തെ മാവേലി എന്ന് അദ്ദേഹം തന്നെ ഇത് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാവേലി ഓർമ്മ വരുന്നില്ല. ഓണത്തിൻ്റെ ഉത്രട്ടാതിയുടെ തലേ ദിവസം ഈ പുത്തരി എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളുടെ ഭാഗത്ത്, പുത്തരി അതായത് പുന്നല്ല് കൊണ്ട് ആദ്യമായിട്ട് വേവിച്ച് സദ്യ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അന്ന് മിക്കവാറും തൊടിയിലെ ഈ പിന്നെ ഇല, പലതരത്തിലുള്ള ഇലകളും
തൊടിയിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് അതുണ്ടാക്കുക. അപ്പോൾ അതെല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല നാക്കലയിൽ പുത്തരി വിളമ്പി വിളക്ക് കത്തിച്ച് വെച്ച് അമ്മ വന്നിട്ട് ഈ അരി ഉണ്ടല്ലോ, അരി എടുത്തിട്ട് അരി നുരിക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അത് ഇവിടെയൊക്കെ അമ്മ ഇത് അരി നുരിച്ച് അപ്പോൾ അമ്മേൻ്റെ കാലൊക്കെ തൊട്ട് വന്നിച്ച് എല്ലാവരും ഈ ഓണത്തിൻ്റെ തലേ ദിവസമായിട്ടാണ് പുത്തരി ഉണ്ണുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. വാസ്തവത്തിൽ ഓണം എന്ന് പറയുന്നൊരു കാർഷിക ഉത്സവമാണ്, ഒരു പ്രകൃതിയുടെ ഉത്സവമാണ്. ഒരു പ്രകൃതിയുടെ ഉത്സവമാണ്. പ്രകൃതി അങ്ങനെ പൂത്തൊലഞ്ഞ് വളരെ സൗന്ദര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ആഘോഷമാണല്ലോ ഈ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ മുഴുവൻ ജനങ്ങളുടെയും ഉത്സവമാണത്. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കേരളത്തിൻ്റെ മലയാളികളുടെ ദേശീയോത്സവം. ഇപ്പം മറുനാട്ടിൽ ഒരു മലയാളി എന്ന് പറഞ്ഞ പഴയ പ്രേംനസീറിൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ ഈ ഓണത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഗൃഹാതുരത്വമാണ്. മുത്തേ നമ്മുടെ മുറ്റത്തും മുത്തുക്കുടകൾ ഉയർന്നല്ലോ, ഓണം വന്നു ഓണം വന്നു നമ്മുടെ വീട്ടിലും ഓണപ്പൂക്കൾ വിരിഞ്ഞല്ലോ. അത് മറുനാട്ടിൽ എന്ന മലയാളി എന്നുള്ള പഴയ പടത്തിൽ പ്രേംനസീർ അങ്ങനെ ഉറക്കൊഴിഞ്ഞ് പഠിച്ചു. എൻ്റെ തുണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്ന് ഇവിടുത്തെ ഒരു മിനിസ്റ്ററെ കാണണം. മിനിസ്റ്ററുടെ നമ്പറൊക്കെ കുറിച്ചെടുത്ത് ഇതാണ് സാധനം. കടലാസ് മാറ്റി പെൻസിലോണ്ട് എഴുതിയിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇതൊന്നും ഗൃഹപാഠ ഓണത്തിൻ്റെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മലയാളികൾക്ക് ഒരു ഗൃഹപാഠത്തിൻ്റെ ആവശ്യം എന്താ? അത് സ്വതസിദ്ധമായിട്ട് പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഗൃഹപാഠത്തിൻ്റെ ആവശ്യം ഓണത്തെക്കുറിച്ച് പറയാൻ ആവശ്യമില്ല. ഒരു പഴയ ഓണ കാസറ്റിലെ 3-4 വരി നോക്കാം. കുറച്ച് സെന്റിയാണ്. ആരോ കമിഴ്ത്തി വച്ചൊരുട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും, ഈ ഓണനിലാവും ഞാനും. ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. രാജന്റെ പകൽ വല്ലതും ഉണ്ടോ? പാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളുണ്ട് റെഡിയായി ഊഴം വരെ എന്ന് പഴയ ഓർമ്മയിലേക്ക് പോയിട്ടുണ്ട്. അത് ഒഴിച്ച് ബാക്കി അല്ല, എന്ത് ചോദിക്കുന്നു അതൊഴിച്ച് ബാക്കി അല്ല, നമുക്ക് ഒരു കാര്യം, നമുക്ക് എല്ലാവരും ചേർന്ന് എല്ലാവരും കൈയടിക്കുമെങ്കിൽ ഒരുമിച്ചാകും. ഏല ഏലേല ഹൈ ഏല ഏലേല ഹ ഏല ഏലേല ഹൈ ഏല ഏലേല. വിത്തറിഞ്ഞു കൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട്, കളപറിച്ചു മെയ്കുഴയുമ്പോ പാടുന്നൊരു പാട്ട്. ഹൈ ഏല ഏലേല ഹൈ ഏല ഏലേല. വഞ്ചിയുന്തി കൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട്, വണ്ടിയുന്തി മെയ്കുഴയുമ്പോ പാടുന്നൊരു പാട്ട്. ഹൈ ഏല ഏലേല ഹ ഏല ഏലേല ഹ ഏല ഏലേല ഹ ഏല ഏലേല ഹ ഏല ഏലേല. അങ്ങ് പോയി. അല്ല, അപ്പൊ ഇത്രയും നല്ല ഐറ്റം ഉണ്ടായിട്ടാണോ ലാസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ടാ. പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓണത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് മറക്കാനാകാത്ത ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം അത് ഓണമാണോ അതോ ഏതാണ്? അത് ആ ദിവസമായിരിക്കുമല്ലോ ഓണം നമ്മുടെ. ഞങ്ങളുടെ നാട്ടിലെ ഈ മേത്തെല്ലാം പുല്ലെല്ലാം വെച്ച് കെട്ടി കടുവ കളിക്കുന്നത്. കടുവ കുട്ടികളിങ്ങനെ. അപ്പോൾ എല്ലാവരും കൂടെ
കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോകുന്നത് കടുവ. അന്ന് ഒരാൾ സായിപ്പ് ഉണ്ടാവും, വെടിവെക്കാൻ, കടുവയെ വെടിവെക്കാൻ സായിപ്പ് തോക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായൊരു സന്ദർഭമായിട്ടാണ് ഞാൻ കാണുന്നത്. മേത്തെല്ലാം ഈ പുല്ലെല്ലാം വെച്ച് കെട്ടി, ഓണപ്പുല്ലെല്ലാം വെച്ച് കെട്ടി, തൊപ്പിയൊക്കെ ഇട്ട് ഇതിങ്ങനെ എല്ലാ വീടുകളിലും പോവുക. അപ്പം എന്താണ് എല്ലാവരും പറഞ്ഞത്, കടുവ വരുന്നതാണ്. പിള്ളേരെല്ലാം കൂടെ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ പോകുന്ന ആ ഒരു അനുഭവം ഇന്നിപ്പോൾ ഇവിടെ വളർത്തില്ല. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ പുലി അവിടെ ഇറങ്ങുന്നതെന്നുള്ളത് വെച്ചാൽ തൃശ്ശൂർ. പക്ഷെ നാട്ടുമ്പുറങ്ങളിൽ പണ്ടൊക്കെ അത് എല്ലാവരുടെ വീട്ടിൽ നിന്ന് പൈസയൊന്നും അല്ലായിരുന്നു, ഉപ്പേരിയാണ് തരുന്നത് എല്ലാവർക്കും. അന്ന് എല്ലാവർക്കും ഉപ്പേരി തരും. അപ്പോൾ അത് ഇങ്ങനെ കളക്ട് ചെയ്ത് കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നിനോട് കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഞങ്ങളുടെ ആ ഏരിയയിൽ എല്ലാ സന്തോഷത്തിനേക്കാൾ ഈ ഒരു സന്തോഷം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ണെല്ലാം മറച്ചു വെച്ച് ഇങ്ങനെ പോകുന്ന ഒരു സന്ദർഭം അതിപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇവിടെ നിന്നിപ്പോൾ ഓടി വരികയായിരുന്നു എൻ്റെ മനസ്സിൽ. കനസഹാബിന് അങ്ങനെ ഒരു ഓർമ്മ. പുലികളി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ നോക്കി ഇപ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു സായിപ്പിൻ്റെ ഒരു വിഷമൊക്കെ കെട്ടി ഒരു മാസ്കൊക്കെ വെച്ച് ഒരു തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെ ചാടും, അപ്പോൾ കടുവ ഇങ്ങനെ ചാടും. അപ്പോൾ അത് കുട്ടിക്കാലത്ത് ഓണത്തിൻ്റെ സമയത്ത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അതിൻ്റെ പുറകെ കുറേ സഞ്ചരിക്കും, അടുത്ത് കുറേ ഇങ്ങനെ പോകുമ്പോൾ ഇത് സ്ഥിരമായി കിട്ടുന്ന ആളുണ്ടാവില്ല അങ്ങനെ ഒരു എല്ലാവർക്കും കിട്ടാം. എങ്കിൽ ആ നാട്ടിലെ ഒരു സ്ഥിരം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നാടൻ പന്തുകളി ഉണ്ടായിരുന്നു. നാടൻ പന്തുകളി പഴയ രീതിയിലുള്ള ഓണത്തിന് ഓണത്തിന് ഒരു വലിയ ഏറ്റവും പ്രധാന തലപ്പന്ത് കളി എന്ന് പറയും. ഏറ്റവും നല്ല ഇപ്പം അതൊന്നും കാണാനില്ല. അപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പാകത്താനം, പുതുപ്പള്ളി ഇങ്ങനെയൊക്കെയാണ്. ഉമ്മൻചാണ്ടിയുടെ ഈ സ്ഥലം നിയോജക മണ്ഡലത്തിലാണ് ഈ പന്തുകളിയുടെ ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ തലപ്പന്ത് കളി. ചെങ്ങന്നൂര്, ബുധനൂര്, മാവേലിക്കര ഈ പ്രദേശത്താണ് തലപ്പന്ത് കളി ഏറ്റവും നല്ല. എല്ലാം കൂടെ ചേർന്ന് കുട്ടനാടൻ പുഞ്ചയിലെ ലോകമെമ്പാടും ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിക്കട്ടെ. മലയാളിക്ക് ഓണം മധുരമായൊരു സ്വപ്നമാണ്. ലോകത്തെമ്പാടും മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അവർക്കെല്ലാം ഓണാശംസകൾ നേരാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമൃദ്ധിയും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഒരു ഓണം നമ്മൾ ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും സംതൃപ്തമായ ഒരു ഓണം ആഘോഷിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യമുണ്ട്. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സ്നേഹപൂർവ്വം ഞാൻ ഈ ഓണാശംസകൾ നേരുന്നു. നമസ്കാരം. സമൃദ്ധിയുടെ ഒരു ഓണം ഞങ്ങൾ ഒരുമിച്ച് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, കൈരളി വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷത്തിന് ഇനിയിപ്പോൾ കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കാനം രാജേന്ദ്രൻ, കെ മുരളീധരൻ MLA, CK പത്മനാഭൻ എന്നിവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിലും ഞങ്ങളുടെ വായനശാലയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നന്ദി. ഹലോ, പാതിരാത്രിയായി വരുന്നില്ലേന്ന് രാജേഷോ? ഞാനാ. ഹലോ, അല്ല ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. അവരെല്ലാം പോവുകയും ചെയ്തപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് പോയി. നാളെ 9 മണിക്കോ? ഇപ്പൊ ഇവിടെ വരണം. എന്റെ ഏട്ടാ, നാളെ അല്ലേ പ്രോഗ്രാം? ഏട്ടന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വീട്ടിലെത്തി. ഏട്ടൻ അവിടെ ഇരുന്ന് ഉറങ്ങി കാണുന്ന അവര് തന്നെയാ പറഞ്ഞത്. എത്തിയായിരുന്നു രാജേഷൊക്കെ? ആ, എത്തി. ഞാൻ ഇവരിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനെന്ത് പറഞ്ഞു, ഞാൻ പോട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ശരി, ബഹളം വെക്കട്ടെ, ഞാൻ വരുന്നു. ഇത് ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. കാരണം നാളെ എൻ്റെ ദൈവമേ, ഇന്നിപ്പോൾ ഈ കണ്ട കണക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ നോട്ടീസ് പോണ വഴിക്ക് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ